മൈക്ക് മീഡിയയിൽ ഇന്ന് ഒരു സ്പെഷ്യൽ അതിഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. വാക്കുകളിൽ വ്യക്തമായി കാര്യങ്ങൾ പറയാൻ പറ്റുന്ന, അഭിപ്രായങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു വലിയൊരു കലാകാരൻ, സംവിധായകനാണ്. അതിലുപരി ബിഗ് ബോസ് എന്ന വലിയൊരു റിയാലിറ്റി ഷോയിലെ വിന്നർ കൂടിയാണ് ശ്രീ അഖിൽ മാരാർ. അതെ, എന്താണ് വിചാരം? സുഖമാണ്? നന്നായി, വളരെ നന്നായി. കുറെ നാളുകൾക്ക് ശേഷം കാണുന്നു. ദുബായിലാണ് ഇപ്പോൾ, ഫാമിലി ആയിട്ട് ദുബായിലുണ്ട്. എന്താണ് പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടി ആയിട്ട്? പേഴ്സണൽ ആവശ്യങ്ങൾക്കായിരുന്നു വന്നത്. കൂടുതലും എനിക്ക് ഇവിടെ കാര്യം ജീവിക്കണ്ടേ. കേരളത്തിൽ ഒരു ബിസിനസ് ചെയ്ത് തന്നെ ജീവിക്കാൻ സമ്മതിക്കും. ഒരുപാട് ബിസിനസ്സുകൾ ചെയ്ത ആളാണ്. അത് കുറെ പൊട്ടി. മാങ്ങ കച്ചവടം വരെ നടത്തി. അതിലാണ് ഒരുപക്ഷെ നേട്ടം ഉണ്ടായെന്ന് തോന്നുന്നല്ലേ? അല്ല, കുറെ ചെയ്തതില് 2000 രൂപ ലാഭം കിട്ടിയ പരിപാടിയാണ് മാങ്ങ കച്ചവടമായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ മലയാളികൾക്ക് സുപരിചിതനാണ്. അതിലേറെ സുപരിചിതൻ ഈ സോഷ്യൽ മീഡിയയിലാണല്ലോ നമ്മുടെ തട്ടകം എന്ന് പറയുന്നത്. എന്ത് പറഞ്ഞാലും വൈറലാകുന്നു, എന്ത് പറഞ്ഞാലും ആളുകൾ ഏറ്റുപിടിക്കുന്നു, വിമർശനങ്ങൾ ഉണ്ടാകുന്നു, കൃത്യമായ മറുപടിയും പറയുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? അത് എല്ലായ്പ്പോഴും ഉണ്ടല്ലോ. ഞാൻ തന്നെ എഴുതിയിട്ടുള്ളത് കുറേ നാളൊക്കെ കഴിയുമ്പോൾ ചില ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ അയച്ചു തരും. അപ്പോൾ ഞാനിത് വായിച്ചു നോക്കും. കൊള്ളാമല്ലോ, പകുതി വരെ വായിക്കാൻ വേണ്ടി ഇത് ഞാൻ തന്നെ എഴുതിയത്. അത് ലാലേട്ടൻ നമ്മൾ ഈ അഭിനയിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ. ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം മറക്കും, അതെ, മറ്റൊരാളായി മാറുന്നു എന്ന് പറയുന്നത് പോലെ എനിക്കൊരു പക്ഷേ ഈശ്വരൻ എന്നൊരു സിദ്ധി അങ്ങനെ ആവാം. ചില വിഷയങ്ങൾ എനിക്ക് പ്രതികരിക്കാൻ തോന്നുന്ന സമയത്ത് ആരോ നീ പോയി എഴുതൂ, നീ പോയി സംസാരിക്കൂ. അപ്പോൾ അതിൻ്റെ വരുംവരായികൾ എന്താണെന്നോ, അതിലൂടെ ജീവിതത്തിൽ ചിലപ്പോൾ നഷ്ടമാണോ ലാഭമാണോ ഇതൊന്നും നോക്കിയിട്ടല്ല ഞാൻ പണ്ട് ഇങ്ങനെ. ഇപ്പോൾ എൻ്റെ 2010 മുതൽ ഇങ്ങോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആരോ ഒരാൾ പറയുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് സത്യം ഇപ്പോൾ ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള വലിയ വിഷയം ഞാൻ ഇടയ്ക്കിരിക്കുന്ന ആലോചിക്കും. ആ IPL ധോണിയുടെ കളി കണ്ടിരുന്ന ഞാൻ ഏതെണ്ണം കെട്ട നേരത്തെ ഞാൻ തോന്നിയത് സത്യം. ഞാൻ പിന്നീട് ചിലപ്പോൾ ആലോചിക്കും. പക്ഷെ അതൊക്കെ ഒരു പക്ഷേ എന്നെ കൊണ്ട് ആരോ പറയിപ്പിക്കുന്നതാവാം. നമുക്ക് അങ്ങനെ ഒരു നിയോഗം ഉണ്ടായിരിക്കാം, നീ ഇത് പറയണം. അപ്പം നമ്മളെ സംബന്ധിച്ച് പറയുന്നത് പരമാവധി സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാവണം. പരമാവധി അല്ല, 100% അങ്ങനെയുള്ള തന്നെ പറയുന്നത്. പിന്നെ മനുഷ്യരല്ലേ, തെറ്റ് പറ്റാത്തവരെ ആരുണ്ട് പോകും എന്നൊക്കെ പറയുന്നവർക്ക് വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ബിഗ് ബോസ് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ സീസണിലെ എനിക്ക് തോന്നുന്നു 100 ദിവസവും കണ്ടിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതൽ ഹേറ്റേഴ്സ് ഉള്ളൊരു മത്സരാർത്ഥി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന പേര് അഖിൽ മാരാർ എന്നായിരുന്നു. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഉള്ളിലായതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ല. പുറത്ത് ഞാൻ അടക്കം കയറി പോകുമ്പോഴേ എനിക്കറിയാമായിരുന്നു. അത് കയറി പോകുമ്പോൾ തന്നെ അഖിൽ മാരാർ ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്യുന്നു പറഞ്ഞപ്പോൾ തന്നെ യൂട്യൂബേഴ്സിന്റെ ഒരു വലിയൊരു നിര ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു വാശി. ഞാൻ ബിഗ് ബോസിലേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് അത്ര വലിയ താല്പര്യം എന്നുള്ള ഷോ ആയിരുന്നില്ല. പിന്നെ നമ്മളെ ഇതിനകത്തേക്ക് എടുക്കത്തില്ല, അല്ലെങ്കിൽ വേറെ കുറെ പേര് വിചാരിച്ചിട്ടുണ്ട് എടുക്കത്തില്ല. അപ്പൊ ഒരു വാശിയായി. എന്നാ പിന്നെ അതിനകത്തൊന്ന് കയറണോ, അതാണല്ലോ ശീലം. അപ്പൊ ആ വാശിപ്പുറത്താണ് ഇതിൽ പോകാനും കയറാനും ആഗ്രഹിച്ചത്. അപ്പം ഞാൻ ഉണ്ട് എന്നുള്ള ചില പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ചില ചർച്ചകളൊക്കെ നടക്കുമ്പോൾ തന്നെ ഇവനെ ഫസ്റ്റ് വീക്കിൽ പുറത്താക്കണം ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിന്റെ ഇതുണ്ടല്ലോ, ഒരു വലിയ അതായത് ഒരു മാല പോലെയായിരുന്നു യൂട്യൂബ്. എനിക്ക് 6%, 5%. അപ്പൊ ഞാൻ ചിന്തിച്ചെന്നറിയോ, ഈ 5% പേര് ആരടാ എന്നെ ഇഷ്ടപ്പെടുന്നത്? അഖിലിന്റെ സ്വഭാവം വെച്ചിട്ട് എത്ര ദിവസം ഹൗസിനകത്ത് നിൽക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഞാനേ ഇപ്പം അതായത് ഫിനാൻഷ്യലി ഭയങ്കരമായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അറിയാമല്ലോ, ഒരു സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഒരു ഡയറക്ടർ മേഖല നിൽക്കുമ്പോൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിച്ചത് 20-25 ദിവസം നിന്നാലും ആ കിട്ടുന്ന ശമ്പളം സേഫ് ആവും. തൽക്കാലത്തേക്ക് ഒരു 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ ഉള്ളതാണെങ്കിൽ ഉള്ളത്, അതുകൊണ്ട് ജീവിതത്തിൽ ഒരു 6 മാസം കൂടെ തള്ളി നീക്കാം, അങ്ങനെ കയറി പോകാം. അല്ലാണ്ട് വിജയിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഞാനിങ്ങനെ ഈ 63ാമത്തെ ദിവസത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ എൻ്റെ ഫസ്റ്റ് ചിന്ത 70 ഇൻറ്റു കിട്ടുന്ന സാലറി. അയ്യോ, അത്രയും പൈസയോ, അത്രയും പ്രതീക്ഷിച്ചില്ലല്ലോ. അതാണ് ചിന്ത. 70ന്റെ എവിക്ഷൻ സേഫ് ആകുന്ന സമയത്ത് ചിന്തിക്കുന്നത് നെക്സ്റ്റ് 7 days മാത്രം. അതായത് അതായത് ഇൻറ്റു 77 ഇൻറ്റു പെർ ഡേ സാലറി. പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ കണ്ടന്റുകളൊക്കെ തന്നെ ഞാനൊരു ഡയറക്ടറെ പോലെ തന്നെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. പലപ്പോഴും ഹൗസിനകത്തെ ബിഗ് ബോസിൻ്റെ പിന്നിലുള്ളവരെക്കാട്ടും ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ അങ്ങ് ഇതിനകത്തങ്ങ് ഡയറക്ടറാവും. ഇന്ന് വൈകിട്ട് എന്ത് ടെലികാസ്റ്റ് ചെയ്യും, രാവിലെ മോർണിംഗ് 5 മിനിറ്റ് കിട്ടി, അത് ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കിട്ടി, അടുക്കളയിൽ ഒരു 5 മിനിറ്റ് സാധനം കിട്ടിയിട്ടുണ്ട്. അയ്യോ 15 മിനിറ്റ് ആയിട്ടുള്ളൂ, എന്താ ഒരു കാര്യം ചെയ്യും, എന്തായാലും പരിപാടി കൊടുത്തിട്ട് വരാം. ഞാൻ ഉണ്ടാക്കും. കാരണം എനിക്കിങ്ങനെ കിട്ടണം. അതായത് ഒരു ദിവസം 1.5 മണിക്കൂർ ഇവർ എവിടെ നിന്നിട്ട് പാവങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ഇപ്പോൾ മാണിക്കക്കല്ലിൻ്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ സെൻറ്ററിൽ ഒരു കല്ല് കൊണ്ടു വെച്ചേക്കുന്നു, എല്ലാം കൂടെ വന്നിരുന്ന് കുത്തിയിരിക്കുക. ഞാൻ ഇത് പ്രേക്ഷകർക്ക് ഭ്രാന്ത് പിടിക്കത്തില്ല. കാര്യം നമുക്ക് എഡിറ്റിംഗ് സെൻസ് കിടക്കുന്നതുകൊണ്ട് 1 മണിക്കൂർ ഈ കല്ലിൻ്റെ ചുറ്റിനും എല്ലാവരും കൂടി ഇരുന്നാലും 1 മിനിറ്റ് അല്ലേ പ്രേക്ഷകർക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഇതിനകത്ത് എന്തെങ്കിലും അപ്പം ഇങ്ങനല്ല, ഇതല്ല പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നത്. പ്രേക്ഷകൻ ഇത് കാണാനല്ല ഇരിക്കുന്നത്. ഇത് ഹൗസിലുള്ളടത്ത് പറഞ്ഞാൽ മനസ്സിലാവത്തതുമില്ല. അങ്ങനെ നമ്മളുടെ മനസ്സിൽ നിട്ടുകൊണ്ട്
അവിടെ ഒരു ക്രിയേറ്റർ വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു നമ്മുടെ ഉള്ളിൽ. അതായിരിക്കാം പുറത്തെ പ്രേക്ഷകരും ഞാനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവാൻ കാരണം. അതിലുപരി നമുക്കിപ്പോൾ ഒരു ടാസ്ക് തരുന്നു, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് കിട്ടുന്നു, അതിനൊരു പ്രഡിക്ഷൻ ഉണ്ടാവും, അഖിലിന്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ടാവും. അത് കൃത്യമായിട്ട് നടക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ പലർക്കും, ഈ മത്സരാർത്ഥികൾക്ക് പോലും മനസ്സിലായി. അല്ല, അതവർ തമാശക്ക് പറയുമായിരുന്നു കേട്ടോ. അഖിലേട്ടൻ മറ്റേ മെഡിക്കൽ റൂമിൽ പോയിട്ട് സ്ക്രിപ്റ്റ് എഴുതി ഞാൻ കൊടുക്കുന്ന സ്ക്രിപ്റ്റാ അവരുടെ ഇവിടെ വർക്കൗട്ട് ആക്കുന്നതെന്നറിയോ? ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞാൻ എൻ്റെ മുന്നിലേക്ക് ഒരു ടാസ്ക് അവർ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ചിന്തിക്കുന്നത്, ഈ ടാസ്ക് എഴുതി ഉണ്ടാക്കിയേക്കുന്ന ആൾക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കും. ആ പ്ലാൻ എന്താണെന്ന് ചിന്തിച്ച് ആ പ്ലാൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ട് കൊടുക്കുമ്പോഴായിരിക്കുമല്ലോ ആ ടാസ്ക് ഉണ്ടാക്കുന്ന സക്സസ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് അയാളുടെ മൈൻഡ് ഞാൻ റീഡ് ചെയ്യും. ബിഗ് ബോസിലെ ടാസ്കുകളുടെ കാര്യത്തിൽ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ഞാനത് പണ്ടേ ഇങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. അല്ല, ഞാൻ ഈ ബിഗ് ബോസ് കാണുമ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ അഖിൽമാരത് എങ്ങനെ പ്ലേ ചെയ്യുന്നു, കൃത്യമായിട്ട് ചിന്തിക്കുന്നു. അത് ചില അവസരങ്ങൾ ഷീച്ചേട്ടിന് പറ്റി ഷെയർ ചെയ്യുന്നുണ്ട്. ഷീച്ചേട്ട് ഇത് ഇങ്ങനെ ആയിരിക്കും, അത് ബോണ്ടിങ് ആയിരുന്നു. അത് എൻ്റെ ഒരു പ്ലാൻ കൂടിയായിരുന്നു. കാര്യം എനിക്ക് ഒറ്റയ്ക്ക് വന്നിരുന്ന ക്യാമറയുടെ മുന്നിൽ പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ പർപ്പസ്ഫുള്ളി പറയുകയല്ലേ. അതേസമയം ഷീചേട്ടാ ഈ ടാസ്ക് ഇന്നതാണ്, അപ്പോൾ ഷീചേട്ടൻ്റെ തോട്ടും പുള്ളി പറയും. അപ്പം ഞങ്ങൾ അതിലൂടെ പ്രേക്ഷകനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി എനിക്ക് ഹൗസിലൊരു മിസ്റ്റേക്ക് പറ്റിയാൽ ആ മിസ്റ്റേക്ക് ആ സ്പോട്ടിൽ ഞാൻ റിയലൈസ് ചെയ്യും. ഇത് മിസ്റ്റേക്കാണ്, ഇതിനെ തിരുത്തി കൊടുത്തേ പറ്റൂ. അതിന് പതുക്കെ ഷീചേട്ടനെ വിളിക്കും. അങ്ങനെ കുറച്ചു മുമ്പേ ഒരു അബദ്ധം പറ്റിയായിരുന്നു, അത് സത്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു. അപ്പം ഇത് പ്രേക്ഷകർക്ക് കിട്ടും. അപ്പം അവർക്ക് ചിലപ്പോൾ നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ ഒറ്റ വരി എഴുതിയാൽ ചിലർക്ക് മനസ്സിലാകത്തില്ല, ആ വരിയെ നമ്മളൊന്ന് വിശദീകരിക്കേണ്ടി വരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഓർത്തു വെക്കുമായിരുന്നു. അതായത് 50 ദിവസം നടക്കുമ്പോഴും ഇപ്പം ഈ ശോഭയ്ക്കെതിരെ വലിയൊരു ആരോപണം, മറ്റേ സുഖിപ്പിക്കൽ എന്ന് പറഞ്ഞൊരു പ്രശ്നം വരുന്ന സമയത്ത് ഹൗസിൽ ശോഭ സുഖിപ്പിക്കൽ എന്തോ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും മികച്ച സുഖിപ്പിക്കൽ മത്സരാർത്ഥി എന്നൊരു അവാർഡ് കൊടുത്തപ്പം ശോഭയ്ക്കാണ് കിട്ടിയതെന്നുള്ള കാര്യം ഞാൻ ഈ കോടതി ടാസ്കിൽ വിളിച്ചു പറയുന്ന സമയത്ത്, ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് റിവ്യൂവേഴ്സ് പോലും പറയുന്നുണ്ട് അവർ പോലും മറന്നുപോയിരുന്നു. അവർ മറന്നുപോയ കാര്യം ഹൗസിനകത്ത് നമുക്ക് ഒന്നും ഓർക്കാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം ഇതിനകത്ത് ഭയങ്കര ബ്ലാങ്ക് അല്ലേ. നമുക്ക് അത്രയേറെ മാനസിക സമ്മർദ്ദങ്ങളും പ്രഷറും വന്ന തലേന്ന് 1 മണിക്കൂർ മുമ്പ് എന്താ പറഞ്ഞതെന്ന് പലപ്പോഴും ജുനൈസിന് പോലും ഓർമ്മ കാണത്തില്ല. പക്ഷേ ജനത്തിനത് ഓർമ്മ കാണും. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ കാര്യങ്ങൾക്കും ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാവണം. പിന്നെ സത്യം പറയുന്നു എന്നുള്ളത് കൊണ്ട് എന്നെ ഏത് പാതിരാത്രി വിളിച്ച് എന്തുണർത്തിയാലും എനിക്ക് ഞാൻ പറയുന്നത് കറക്റ്റായിരിക്കും. ഇപ്പം 2010 എന്നോട് സംസാരിച്ചുള്ള ഒരാളത്ത് ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാണ് 2024 ഞാൻ പറയുന്നത്. ഒരു ഗ്യാപ്പ്, ഒരു ഇടവേള ഗ്യാപ്പ് ഈ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ അഖിൽമാരുടെ വീഡിയോ ഒന്നും ഇങ്ങനെ വരാതിരുന്നൊരു സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം സിബിനെ കുറിച്ചുള്ള ഒരു വീഡിയോ വരുന്നു. അതിനു മുമ്പ് 1 മണിക്കൂർ ലൈവ് പോകുന്നു, സിബിനെ കുറിച്ചുള്ള വീഡിയോ വരുന്നു. മാനസികമായിട്ട് സമ്മർദ്ദം ചെലുത്തി ഈ പറയുന്ന മെഡിസിൻ ഉൾപ്പെടെയുള്ളത് ഈ പറയുന്ന പോലെ ചില പ്രത്യേക അസുഖങ്ങൾക്ക് കൊടുക്കുന്ന മെഡിസിൻ കൊടുത്തിട്ട് അവൻ്റെ മൈൻഡിനെ തന്നെ മാറ്റിയിട്ട് മനഃപൂർവ്വം പുറത്താക്കിയതാണ് എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്തും വിമർശിച്ചുകൊണ്ടും വീഡിയോ ബഹളം. ചെയിൻ ഒന്നും തുടങ്ങി ഇങ്ങനെ അതുപോലെയായിരുന്നു. ഇതൊരു അറ്റമ്പം പോലെ പൊട്ടുകയും ചെയ്തു. ആക്ച്വലി ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ചെയിൻ ടക്കടക്കടക്കടക്കടേ പിന്നെ അടുത്തടുത്തായിരുന്നു. എനിക്ക് ഒരാളുടെ അത് ആരും ആയിക്കോട്ടെ, ഒരു ബന്ധമൊന്നും വേണമെന്നൊന്നുമില്ല. അതാ ഞാൻ പറയാം, താങ്കൾ ചോദിച്ചപ്പോൾ ഞാൻ സിബിനെ കണ്ടിട്ട് കൂടിയില്ല ഇതുവരെ നാൾ വരെ. പക്ഷെ ഒരാളുടെ ഒരു വേദന അത് മറ്റേ കുറച്ച് അധികാരം ഉപയോഗിച്ചും പണം ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടോ ഒരു ഭരണകൂടം ഒരാളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങൾ ഞാൻ കയറി റിയാക്ട് ചെയ്യും. ഇങ്ങനെ റിയാക്ട് ചെയ്ത പണ്ട് മുഖ്യമന്ത്രിക്കെതിരെ തെറി വിളിച്ചെന്ന് പറഞ്ഞ കേസ് വന്നത്. കാര്യം ഈ ജിഷ്ണു പ്രണവ് എന്ന് പറയുന്ന പയ്യന്റെ അമ്മ തിരുവനന്തപുരത്ത് സമരം ചെയ്യാൻ പോയ സമയത്ത് സമരത്തിന് പിന്തുണ കൊടുത്തതിന്റെ പേരിൽ സമരം ചെയ്തവരെ ഉൾപ്പെടെ പോലീസ് പിടിച്ചകത്തിട്ട്. അതെന്തൊരു മര്യാദ കേടാ, സമരം ചെയ്യുന്ന ആൾക്കാരെ പോലീസ് പിടിച്ചകത്തിടാം. അങ്ങനെ നാളെ എനിക്കും സമരം ചെയ്യണ്ടേ? എൻ്റെ ഭരണകൂടത്തിനെതിരെ അതാണ് ജനാധിപത്യത്തിന്റെ ഭംഗി. അപ്പോൾ അത് നാളെ നിങ്ങളെ പിടിച്ചിട്ടാലും വേറെ ആരെ പിടിച്ചിട്ടാലും നമ്മുടെ ഉള്ളിൽ അവിടെ ഈ പറഞ്ഞ ജനാധിപത്യ നീതിബോധം ഉണരും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാനെന്നല്ലെന്ന് എല്ലാവരും സംസാരിക്കണം. നമ്മൾ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സത്യത്തിൽ ഞാൻ സംസാരിച്ച സിബിന് വേണ്ടിയല്ല. സിബിൻ്റെ സ്ഥാനത്ത് നാളെ എൻ്റെ അനിയനോ എൻ്റെ പെങ്ങളോ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോ ബിഗ് ബോസിനകത്തേക്ക് പോകുന്നു. അന്ന് ഇങ്ങനൊരു പ്രശ്നം അവൻ പറയുന്ന സമയത്ത് സിബിൻ ഈ സീസണിൽ ഇത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പ്രതികരിക്കാതിരുന്നു എന്ന് സിബിൻ പോലും എന്നോട് ചോദിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോഴല്ലേ നിങ്ങൾ പ്രതികരിച്ചതെന്ന് പറയുന്നു. മനുഷ്യരുടെ എല്ലാവരെയും കുഴപ്പം ഇതാണ്, നമ്മളെ ബാധിക്കാത്ത നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടി മിണ്ടാറില്ല. അപ്പം ഞാനിത് പറയാറുണ്ട്. ഇപ്പം നമ്മൾ റോഡിൽ കൂടെ നടന്നു ഒരു ഓട പൊളിഞ്ഞു കിടക്കുന്നു, നമ്മൾ PWDയിൽ 4 തെറിയും വിളിച്ചിട്ട് സർക്കാരിനെതിരെ ഫേസ്ബുക്ക് ആ ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ സർക്കാരിനെതിരെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടും. മുഹമ്മദ് റിയാസിൻ്റെ മോശം ഭരണം എന്ന് പറഞ്ഞിട്ട് സംഭവം ഇടും. അന്ന് രാത്രിയിൽ ആ പോടയിൽ നമ്മുടെ അനിയനോ നമ്മുടെ അച്ഛനോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോ ബൈക്ക് ഓടിച്ചു വന്ന് കുഴി വീണ് മരിച്ചെന്നോ അപകടം പറ്റിയെന്നോ അറിയുമ്പോഴേ വിചാരിക്കത്തുള്ളൂ ആ സൈഡിൽ കിടന്ന് സ്ലാബ് അങ്ങ് പിടിച്ചിട്ടാൽ പോരായിരുന്നു ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട സമയത്ത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതെൻ്റെ സ്വഭാവമാണ്. ഇത് ഗുണമോ ദോഷമോ ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെയാണ് ഞാൻ ഈ സിബിൻ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. കാരണം എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ തനിയാവർത്തനം സിനിമ, മമ്മൂക്ക, അപ്പം മമ്മൂക്കയ്ക്ക് ഭ്രാന്തില്ല,
കുറച്ച് പേര് ചേർന്ന് മമ്മൂക്കെ ഭ്രാന്തനാക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് കാണുന്നവരെ മുന്നിലൊക്കെ ഭ്രാന്തൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു. അതേപോലെ ഒരു മത്സരാർത്ഥി പുറത്തിറങ്ങുന്നു, ആ മത്സരാർത്ഥിക്ക് മെൻ്റലി ഡിസേബിൾ ആണ്, പ്രശ്നമാണ് എന്ന് ചാനലിൽ നിന്ന് ആൾക്കാർ അവരുടെ വീട്ടുകാരെ അറിയിക്കുന്നു. കേട്ട അച്ഛൻ അറ്റാക്ക് വരുന്നു. അപ്പം ഇവൻ പുറത്തിറങ്ങുന്ന സമയത്ത് അപ്പം ഇവന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അവർക്കറിയാം. അപ്പോൾ പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ 2 മെഡിസിൻ കൊടുത്താൽ മതി. സൈക്കാട്രിക് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി മയങ്ങിയൊക്കെ ഇരിക്കും. അപ്പം കാണുന്നവർക്ക് തോന്നും മോനെ എന്തായാലും പ്രശ്നം. പിന്നെ അറിയാലോ, ഓൾറെഡി നമ്മുടെ മനസ്സിലേക്ക് എത്തിയേക്കുന്ന ന്യൂസ് എന്താ, ഇവന് കുറച്ച് കുഴപ്പമുള്ള ആളാണ്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങുന്നവർ തന്നെ ഇച്ചിരി മന്ദത അടിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി, അപ്പോൾ എന്തെങ്കിലും ഇത് തോന്നിക്കഴിയുമ്പോഴത്തേക്ക്, അതായത് ഭ്രാന്തനാണ്, പ്രശ്നക്കാരനാണെന്ന് പറയുകയും പിന്നീട് ഭ്രാന്തനാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ കേൾക്കുന്ന ഒരു വാർത്ത. അപ്പോൾ അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തത് അത് ഭയങ്കര തെമ്മാടിത്തരായിപ്പോയി. ഈ തെറ്റ് ചെയ്തിട്ടുള്ള ഇവന്മാർക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ ഇവർ തെറ്റ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പം ഞാൻ ഇവരോട് ഇങ്ങനെ സൂചിപ്പിക്കുന്ന സമയത്ത് ഇവർ അറ്റ്ലീസ്റ്റ് എന്നെ വിളിച്ചിട്ട് പറയണം, അഖിലെ സിബിൻ്റെ വിഷയത്തിൽ സത്യത്തിൽ നടന്നത് അങ്ങനല്ല, ഇങ്ങനെ ആയിരുന്നു, ഇത് അഖിലിൻ്റെ ഒരു അറിവിലേക്ക് നമ്മൾ പറഞ്ഞതാണ്. അപ്പം നമ്മൾ സിബിനോട് വീണ്ടും ചോദിക്കുമ്പോൾ സിബിൻ അങ്ങനെ അല്ല, സിബിൻ ഓൾറെഡി എനിക്ക് മെഡിസിൻ്റെ പടമൊക്കെ അയച്ചു തന്നിരുന്നു. അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആരാണ് കള്ളം പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പിന്നെ എനിക്കെതിരെ വിഷയം വളച്ചൊടിച്ചുകൊണ്ട് കുറേ പേര് ഇറങ്ങുകയാണ്. പിന്നെ അവിടെ നിന്നാണ് ഇപ്പോൾ അതായത് അഖിൽമാരാറിൻ്റെ കൂടെ മത്സരിച്ച ആളുകൾ തന്നെ അഖിൽമാരാറിനെതിരെ വീഡിയോകൾ ഇട്ട് തുടങ്ങി. അതിനും എല്ലാത്തിനെയും അത് ഇന്ന് എപ്പോൾ എവിടെ സമയം കിട്ടുന്നു എന്നുള്ളതാണ് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. 24 മണിക്കൂർ എനിക്കുള്ള ബിൽഗേറ്റ്സിനും ഉള്ളൂ. ഞാനും ഒരുപാട് ചെയ്യാം, പക്ഷെ നമ്മൾ ചെയ്യാത്തല്ലേ. എനിക്ക് ഞാൻ ചിരിച്ചു പോയത് റിനോഷ് ഒരു മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിന് അഖിൽ കൊടുത്തൊരു മറുപടി വേലിയിരുന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ടുന്ന റിനോഷിന്റെ അവസ്ഥ. റിനോഷ് വല്ല വഴിയിലൂടെ നടന്നു പോയപ്പോഴത്തേക്ക് അവിടെ കൊണ്ട് ഞാൻ ഈ ബിഗ് ബോസിനകത്ത് നമ്മുടെ ഹൗസിൽ നടക്കുന്ന ഞാൻ തമാശയായിട്ട് ഞാൻ കാണിക്കുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു. അതായത് എല്ലാ മൂലയ്ക്ക് ഒരു പ്രശ്നം നടക്കുന്നുണ്ടെങ്കിലും ഇവിടുന്ന് എത്താത്തൊരു തോട്ടി എടുത്ത് ഇങ്ങനെ, അതായത് ആ അറ്റത്ത് കിടക്കുന്നത് ഇച്ചിരി തീട്ടമായിരിക്കും, അത് അവിടെ കിടന്ന ഒരു നാറ്റം ഉണ്ടാകുന്ന സാധനമല്ല. ഇത് അവിടുന്ന് ഇളക്കി ഇങ്ങനെ കൊണ്ടുവന്ന് കാലെ കൊണ്ടുവന്ന് ഇതിൽ കുത്തി മണത്തോ കിട്ടുമോ എന്തൊരു നാറ്റം. ഇത് ഞാനിങ്ങനെ കളിയാക്കി, ഇത് ബിഗ് ബോസിനകത്ത് ഞാൻ കളിയാക്കുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ വല്ലയിടത്തും കിടക്കുന്ന വല്ല കാര്യങ്ങളും അവനെ ബാധിക്കുന്നതല്ല, പേഴ്സണലി അവനെ ഒരു ഹട്ട് ചെയ്യുന്നതല്ല, ഒരു മത്സരാർത്ഥികളെയും ബാധിക്കുന്ന ഒരു വിഷയമല്ല ഞാൻ പറഞ്ഞത്. പിന്നീട് അതായത് ഇതിനകത്ത് ഞാൻ പറഞ്ഞത് എന്താ, ബിഗ് ബോസിൽ പോയിട്ടുള്ള ചില മത്സരാർത്ഥികളെ ഇവർ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ചിലരോട് മോശമായി പെരുമാറിയിട്ടുണ്ട്, അതിന്റെ തെളിവുകളും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞപ്പം നേരെ ട്വിസ്റ്റ് ചെയ്ത് ബിഗ് ബോസിൽ പോകുന്ന മത്സരാർത്ഥികൾ കിടന്നു കൊടുത്തിട്ടാണ് പോകുന്നത് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിട്ടു. ഇതിൽ ചെയ്തതെന്താണെന്നറിയോ, അഖിൽമാരാർ ഉണ്ടാക്കാൻ ശ്രമിച്ചത് സാമ്പാറാണെങ്കിൽ പിന്നീട് പറഞ്ഞ് പ്രചരിപ്പിച്ചത് പായസം ഉണ്ടാക്കിയത് ശരിയായില്ല എന്നാണ്. അതെ, ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ താങ്കൾക്ക് എന്നെക്കുറിച്ച് എന്തും പറയാം, ഇനിയിപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും പറയാം, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ കേൾക്കും. പക്ഷേ എൻ്റെ പേര് വെച്ചിട്ട് മറ്റൊരാളെ മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. കാരണം അത് എന്നിലൂടെ വേറൊരാൾ വേദനിക്കപ്പെടുകയാണ്, അതെനിക്കിഷ്ടമല്ല. ഇപ്പോൾ ഈ ബിഗ് ബോസിൽ പോയിട്ടുള്ള മുൻ മത്സരാർത്ഥികൾ സ്ത്രീകളോട് പോയിട്ട് അഖിൽമാരാർ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നീ ചോദിക്കരുത്. നീ അങ്ങ് ഒരു വ്യക്തി അങ്ങ് ചോദിച്ചോ ബിഗ് ബോസിൽ പോകുന്നവരൊക്കെ കിടന്നു കൊടുത്തിട്ടാണോ പോകുന്നത് ചേച്ചി എന്ന് ചോദിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. അഖിൽമാരാർ പറഞ്ഞു, അഖിൽമാരാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പം സിനിമ ഈ സമസ്ത മേഖലകളിലും സ്ത്രീകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് അഡ്രസ്സ് ചെയ്യരുതെന്നാണോ ഇപ്പോൾ ഇവർ പറയുന്നത്? ഇപ്പൊ നമ്മുടെ സംസാരത്തിനിടയ്ക്ക് തന്നെ പറഞ്ഞു പല സ്ഥലത്തു നിന്നും അഖിലിന് കോളുകൾ വരുന്നുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള രീതിയിൽ തന്നെ ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അമേരിക്കയിൽ നിന്ന് ഒരു കോൾ വന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ രജത്തേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു, ജഡ്ജിയാണോ അഖിൽമാരാരാ കോടതിയാണോ? ഇത് ഇവർ മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇവർക്ക് വരുന്നില്ല. അവരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ചേട്ടനെ വിളിച്ചിട്ട് ഒരാൾ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളെ വിളിച്ചിട്ട് ഒരു പ്രശ്നമുണ്ടെന്ന്, റോട്ടിൽ ഒരു അടി നടന്നെന്നും ഒന്ന് ഇറങ്ങി വരണമെന്നും പറഞ്ഞാൽ ഇറങ്ങി വരുന്ന ആളാണെങ്കിലേ നിങ്ങളെ വിളിക്കും. അത്രേ ഉള്ളൂ, അതിനകത്ത് ഇടപെടുന്ന ആളാണെങ്കിൽ മാത്രം വിളിക്കത്തുള്ളൂ. കടം ചോദിച്ചാൽ തരുമെന്ന് പ്രതീക്ഷയുള്ള ഒരുവനോടെ കടം ചോദിക്കുള്ളൂ. ഇല്ലെങ്കിൽ പറയാം ആവന്റെ അടുത്തൊക്കെ ആരുടെ ചോദിക്കാൻ പോകുന്നതായിരിക്കും. 10 പൈസ ഞാൻ എന്നെ അറിയാവുന്ന ഇന്നലകളിൽ നിന്നിട്ട് ഇപ്പോൾ സഹകരിച്ചിട്ടുള്ള ചോദിച്ചു നോക്കൂ. ഞാനീ പറയുന്നത് എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഒപ്പമുള്ള ചെറുപ്പക്കാർക്കും എല്ലാവർക്കും സത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എൻ്റെ ആ വിവാഹത്തിൻ്റെ അന്ന് കല്യാണത്തിൻ്റെ രാത്രി നിന്ന കുട്ടികളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പം ആദ്യ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കുത്തിയിരുന്ന് ആ പിള്ളേരെ ഇറക്കിക്കൊണ്ട് വന്നില്ലെങ്കിൽ ജയിലിൽ കയറി കിടക്കുമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അപ്പോൾ എന്തുകൊണ്ട് പിള്ളേർ വിളിക്കുന്നു, അയ്യോ അഖിലണ്ണൻ്റെ ആദ്യ രാത്രി ആയത് മോശമല്ലേ അങ്ങനെ വിളിക്കുന്നത് എന്നൊന്നും ചിന്തിച്ചിട്ടില്ല പിള്ളേർ. അപ്പോൾ ഇത്തരത്തിൽ എന്നെ വിശ്വസിച്ച് ഒരാൾ വരുന്നു. ഞാൻ ഇപ്പം എൻ്റെ ഫോണിൽ ഈ മെസ്സേജ് ഡിസപ്പിയർ ആയി പോകും. ഒരു പെൺകുട്ടി, അത് വേണമെങ്കിൽ ഇതിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ തിരുവനന്തപുരത്ത് പോലീസിൽ വോളിബോളിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ആലോചിച്ച് 376 കേസിട്ട കേസിലൊരു പ്രതി, അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഇപ്പോൾ എന്നെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കപട സ്ത്രീപക്ഷവാദികൾക്ക് ഇത് അയച്ചു കൊടുക്കാം. ഒറ്റോർണം പ്രതികരിക്കുന്നില്ല. അവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ടും ഈ താളമടിക്കുന്നതല്ലാതെ
അപ്പം ഞാൻ നമ്മുടെ സിനിമാ മേഖലയിൽ ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇടക്കാലത്ത്, കുറേ സംഘടനയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവളുമാർ ഏതെങ്കിലും സാധാരണക്കാരികൾക്ക് വേണ്ടിയിട്ടോ സാധാരണ സിനിമയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഇവരൊന്നും ഒരിക്കലും പൊതുപ്രവർത്തകരോ ഒന്നുമല്ല. മറ്റൊരുവിന് വേണ്ടി മറ്റൊരുവൻ്റെ വേദന കാണാൻ കഴിയുമ്പോൾ മാത്രമേ സംഘടനയ്ക്കും വിലയുള്ളൂ, വ്യക്തികൾക്കും വിലയുള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പം എന്തേ പറവൂരിന്ന് അവിടുന്ന് സദാം എന്ന് പറയുന്ന ഒരാൾ ഒരു മെസ്സേജ് അയച്ചേക്കുന്നു, അവിടെ ഇത് കണക്ക് ഒരു വലിയ ഇഷ്യൂ ഉണ്ട്, അഖിലേട്ടൻ വരുന്ന സമയത്ത് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ അഖിലേട്ടനെ കാണിക്കാം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ ആരാണ്? ഞാൻ സദ്ദാമാണ് പറവൂരുന്ന്. എന്നെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അവിടെ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ആയിട്ട് ഞാൻ ചേർന്നിരുന്നു. ഒരു ഇച്ചിരി സ്ട്രോങ് ആയിട്ട് ഒരാൾ പറഞ്ഞാലാണ് അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. ഫുൾ തെളിവോടൊക്കെ ഞാൻ ചേർന്ന് തരാം. കോടികളുടെ തട്ടിപ്പ് നടക്കുന്ന ഫുൾ തെളിവോടൊക്കെ ഞാൻ ചേർന്ന് തരാം. ഈ കോടികളുടെ തട്ടിപ്പ് നടക്കുന്നത് എന്നെ വിളിച്ച് പറയാൻ ഞാൻ ആരാണ്? അവിടെ അവർക്കൊരു വിശ്വാസം, ഇയാളെ വിളിച്ച് പറഞ്ഞാൽ അയാൾ പണത്തിന് വഴങ്ങിയിട്ടോ വേറൊരാളെ വഴങ്ങിയിട്ടോ പോകില്ല, അയാൾ ചിലപ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കും, നടക്കുമോ നടക്കത്തില്ലോ എന്നെ നശിപ്പിക്കുമോ എന്നുള്ളതൊന്നും അല്ലല്ലോ. അപ്പം അങ്ങനെ ഒരാൾ വിശ്വസിച്ച് പറഞ്ഞാൽ അവർക്കൊപ്പം നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചില അലവരാതികൾ ഈ അമേരിക്കയിൽ നിന്ന് വിളിച്ചു എന്ന് പറയുന്നത്, ഇവൻ എന്നെ വിളിച്ചിട്ട് പറയുക ജിൻഡോയ്ക്കെതിരെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നങ്ങളാണ്? ജിൻഡോ ബിഗ് ബോസിൽ പറഞ്ഞതൊന്നും ശരിയല്ല. ഞാൻ പറഞ്ഞു ഞാൻ ബിഗ് ബോസ് ഞാൻ കാണാറില്ല, അതുകൊണ്ട് പറഞ്ഞു എന്തോന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല, നിങ്ങളൊക്കെ മാറ്റർ പറയും. അല്ല, അതിനകത്ത് അയാൾ ഒരു പെൺകുട്ടി ഈ മോതിരം ഇട്ട് കൊടുത്ത വിഷയത്തെ പറ്റി പറയുന്നുണ്ട്, ആ പെൺകുട്ടി അയാളെ പാർട്ണറൊന്നുമല്ല തട്ടിച്ചതാണ്. ഞാൻ പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ റിയൽ ഇഷ്യൂ എന്താണെന്ന് പറയും. അല്ല, ആ പെൺകുട്ടിക്ക് ഇട്ട് കൊടുത്ത മോതിരമല്ല, പക്ഷേ അയാൾ ഇട്ട് കൊടുത്തെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു പിന്നെ മോട്ടിച്ചതാണോ? അതാണ് പറഞ്ഞാൽ മോട്ടിച്ചതല്ല, ആ പെൺകുട്ടി മേടിച്ചു കൊടുത്തതാണ്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും ഒക്കെ നിയമപരമായിട്ട് വലിയ പ്രശ്നങ്ങളുള്ള കാര്യമാണോ? ഞാൻ ഈ പണിയൊന്നും ചെയ്യുന്ന ആളൊന്നുമല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നൊരു വിഷയത്തിൽ ഞാൻ ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കും. അല്ലാതെ നമ്മൾ ഒരുത്തിനും വേണ്ടിയിട്ട് അവൻ്റെ കാശും പേടിച്ചിട്ട് വല്ലവനെതിരെ പ്രതികരിക്കാൻ നടക്കുന്ന വാടക കൊണ്ടേയും കൊപ്പൊന്നുമല്ല നമ്മൾ. ഇതിപ്പം ഇതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് ഈശ്വരൻ നമ്മളെ നന്നായിട്ട് കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയിലാണ് പലപ്പോഴും ഇതൊക്കെ അങ്ങ് പറയുന്നത്. അല്ല, നമ്മൾ സിനിമയൊക്കെ ചെയ്യേണ്ട എന്നൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചത്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് തോന്നി എന്താണെന്നറിയാമോ? സിനിമ ചെയ്യണം കാര്യം. അല്ലെങ്കിൽ നാളെയിൽ ഒരു വിഭാഗം പറയും ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കുറേ ആൾക്കാർ ചേർന്ന് നമ്മളെ പണിഞ്ഞ് കിടത്തിയതാ. അവനെ കക്ഷി പണ്ട് ഇതൊക്കെ പറഞ്ഞല്ലേ, കക്ഷി കണ്ട പണിഞ്ഞ് കിടത്തിയതുകൊണ്ട് പുള്ളിക്ക് ഇപ്പോൾ സിനിമയൊന്നുമില്ല. അങ്ങനെ വന്നാൽ എന്നെപ്പോലെ നാളെ ഒരുത്തനും പറയാൻ വരില്ല. നമ്മളെപ്പോലെ ഒരു നാളെയിൽ 100,000 ചെറുപ്പക്കാർ ഇവിടെ പറയണമെങ്കിൽ ഞാൻ സക്സസ് ആയി തന്നെ നിന്ന് കാണിച്ചു കൊടുക്കണം. അല്ല, അത് ഇതിനകത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രമുഖ ചാനലിലെ തലപ്പത്തിരിക്കുന്ന ആളുകളോടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കരിയറിനെ കുറിച്ച് നമുക്ക് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ താരക്കേട്ടില്ലാതെ പറയുന്നു, അത്യാവശ്യം നന്നായിട്ട് പറയുന്നുണ്ട്. അല്ല, അതൊക്കെ തന്നെ ആരോടും വിരോധം വെച്ചിട്ടല്ല, എനിക്ക് ശരിയെന്ന് തോന്നുന്നൊരു വിഷയത്തെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിലൂടെ ഞാൻ നശിച്ചു പോയാൽ എൻ്റെ കുടുംബം മാത്രം നശിക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ നശിച്ചു പോകാതെ ഞാൻ രക്ഷപ്പെട്ടാൽ വരും തലമുറയ്ക്ക് തുറന്ന് സംസാരിക്കാനും തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാലും ഈ രാജ്യത്തൊന്നും നഷ്ടപ്പെടത്തില്ല എന്ന് തെളിയിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ മേഖലയിൽ സത്യത്തിൽ അങ്ങനെ പ്രൂവ് ചെയ്ത ആൾക്കാരെ പൃഥ്വിരാജൊക്കെ കേട്ടോ. പൃഥ്വിരാജൊക്കെ പണ്ട് ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും തൻ്റെ അഭിപ്രായങ്ങൾ അന്ന് തുറന്നു പറയുകയും ചെയ്ത ആളാണ്. അങ്ങനെ പോയി. ഇപ്പം നമ്മുടെ വിനീത് ശ്രീനിവാസനും അവരൊക്കെ ലാലേട്ടനായിട്ടൊക്കെ പണ്ട് ലാലേട്ടനല്ല, ഈ മറ്റേ പടം ഉണ്ടായിരുന്നല്ലോ ലാലേട്ടനെ ആക്ഷേപിച്ചുകൊണ്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു, ഡോക്ടർ സരോജ് കുമാർ എന്ന് പറയുന്ന പടം. ആ പടം ഇറങ്ങിയ സമയത്ത് വിനീത് ശ്രീനിവാസന്റെ കരിയർ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകളൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ തകർന്നില്ല. തകർന്നു പോയാൽ നാളെയിൽ ഇപ്പം അതായത് അന്ന് ആര് തകർക്കാൻ ശ്രമിച്ചു അവർ വിജയിക്കുകയും ഇവർ പരാജയപ്പെടുകയും ചെയ്യും. അതേ കണക്ക് ഇന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് മുന്നോട്ട് പോകേണ്ടത് എനിക്ക് വേണ്ടിയല്ല. ഞാനിപ്പോൾ ദുബായിൽ വന്നത് ഒരു ബിസിനസ് പരിപാടികളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് ജീവിക്കാനുള്ള മാർഗ്ഗം, ജീവിക്കാൻ അത്യന്തികമായിട്ട് പൈസയാണ് വേണ്ടത്. നമ്മളെ കണ്ടാൽ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ അതിൽ കൂടുതൽ സ്നേഹമുണ്ട്. എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചാൽ ജനം എപ്പോഴും, കാരണം എല്ലാ കാലവും പ്രശ്നങ്ങളുണ്ടല്ലോ, പ്രശ്നങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് സിനിമ ചെയ്ത് വെറുതെ സമയം തലവരുത്ത് പോകണ്ട, സിനിമ ചെയ്യാൻ കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാർ വേറെയുണ്ട്, അവരുടെ സിനിമ പോയി കാണാം, പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ വിചാരിച്ചിരുന്നു ഞാൻ. പക്ഷെ ചെയ്യണമെന്നുള്ള ചിന്ത വന്നത്, ചെയ്യാതെ ഞാൻ മാറിപ്പോയാൽ ഈ അവർ പണിഞ്ഞിട്ടാണ് നമുക്ക് അവസരം നഷ്ടപ്പെട്ടെന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഒപ്പം കൂടാൻ വരുന്നവർക്കും ഒരു ഭയമുള്ള ഒരുപാട് പേരും ഉണ്ടാവുകയും ധൈര്യമുള്ളവർ വരട്ടെ. നമ്മൾ പരിപാടി അല്ല, നല്ല സൗഹൃദങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നാട്ടുകാര് ഭൂരിഭാഗം ആളുകൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു വിഭാഗം ആളുകൾ കൂട്ടുകാർ പോലും ശത്രുക്കളാവുന്ന അവസ്ഥയുണ്ട്. അത് നാക്കിന്റെ കുഴപ്പമില്ല. അല്ലല്ല, കൂട്ടുകാരൊന്നും ശത്രുക്കളായിട്ടില്ല. കൂട്ടുകാരാണെന്ന് പറഞ്ഞ് നടിക്കുന്നവർ ശത്രുക്കളാവും. എല്ലാത്തിലും നിങ്ങളുടെ നല്ല നിമിഷങ്ങളിലും എല്ലാം അയാൾ ഒരേപോലെ ഉണ്ടാവണം. നല്ല നിമിഷത്തിൽ മാത്രം വരുന്ന ഒരാൾ സുഹൃത്താവും ഒരിക്കലും അല്ല. സുഹൃത്തെന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഹൃത്തിനൊപ്പം, അല്ലെ, ഹൃദയത്തിനൊപ്പം നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വിഷമങ്ങൾക്കോ, എനിക്ക് എന്നെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ വളരെ കുറവാണ്. കാരണം എനിക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന സമയത്തൊന്നും മിക്കവരും ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് അന്നുള്ളവരെല്ലാം ഇന്നുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടുകൂടി തന്നെ നമ്മൾ അവരെയൊക്കെ ചേർത്ത് നിർത്തി ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ചിലർ മേനി നടിക്കുന്നുണ്ട്. എനിക്കത് ഏറ്റവും വലിയ രസം അറിയുമോ, എനിക്കെതിരെ പറയാൻ വേണ്ടി അങ്ങോട്ട് ആ ചാനലിന് കാശും കൊടുത്തിട്ട് അവിടെ ഞാൻ ചോദിച്ചു ഇത് നിങ്ങൾ ഇതെന്തിനാണ് ഇത് നമുക്ക് അതായത് ഞാൻ വിചാരിച്ചു ഹൈദർ തന്നെ എന്നോട് വല്ല വിരോധം കൊണ്ട് വല്ലവനെ വിളിച്ചിരുത്തി നമ്മളെ കുറ്റം പറയുക. അപ്പോൾ പുള്ളി പറഞ്ഞ അതിൽ ആരാന്ന് പോലും നമുക്ക് മരെയൊന്നും അറിയത്തില്ല, കണ്ടന്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ അയച്ചു തരും, കാശും തരും. അപ്പൊ ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് നടിക്കുന്ന ആളുകൾ പറയുന്നത് അതിന് ഒരു ടാഗ് ലൈന് തരും. അഖിൽ മാരാർ ഇപ്പൊ പഴയ അഖിൽ മാരാറല്ല, മാറി ഭയങ്കരമായിട്ട് മാറി. അല്ല അത് അതിനകത്തൊരു തെറ്റുമില്ല. അങ്ങനെ പഴയ ആയിരുന്നു കഴിഞ്ഞാൽ എല്ലാ കാലവും പഴയതായിട്ട് ഇരിക്കാൻ പറ്റും. നമ്മുടെ വളർച്ച പഴയ മാങ്ങ കച്ചവടമായിട്ട് പിന്നെ പോകേണ്ടി വരും. നമ്മൾ പഴയ അഖിൽ സ്വഭാവം കൊണ്ട് ഞാൻ പഴയ അഖിൽ മാരാർ തന്നെയാണ്, അതായത് മനുഷ്യ സ്നേഹത്തിന്റെ കാര്യത്തിന്. പക്ഷേ തിരിച്ചറിയേണ്ടത് നമ്മൾ രക്ഷപ്പെട്ട് കഴിയുമ്പം ആ രക്ഷപ്പെടുന്നത് കണ്ടിട്ട് നമ്മളെ കൂടെ കൂടുന്നവനെ നമ്മൾ തിരിച്ചറിയണ്ടേ. ഞാൻ തിരിച്ചറിയാൻ കൂടെ ബോധമുള്ള ഒരാളാവുമല്ലോ. തീർച്ചയായും. പിന്നെ നമുക്കിപ്പോൾ സഹായിക്കാൻ പറ്റും, പക്ഷെ അത് എത്ര ലിമിറ്റഡ് ആണ്. ഒരു 1000 പേര് നമ്മുടെ അടുത്ത് പലവിധ കാരണങ്ങളും പല കാര്യങ്ങളും പറഞ്ഞ് വരുമ്പോൾ അതിൽ ഞാൻ സോർട്ട് ചെയ്ത് ഞാൻ ഇടപെടേണ്ട വിഷയം കണ്ടെത്തി എനിക്ക് പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ കണ്ടെത്തിയിട്ട് എനിക്ക് ഇടപെടാൻ പറ്റൂ. പക്ഷേ ഈ മെസ്സേജുകൾ അയക്കുന്നവരും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പറയുന്നവരുടെ വിചാരം എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നായിരിക്കും. അപ്പം മിക്കതും നമുക്ക് പറ്റില്ല. അതേസമയം ഞാൻ പറഞ്ഞാൽ കേരളത്തിൽ കേൾക്കുന്ന ഒരു വലിയ ഓഡിയൻസിലേക്ക് എത്തിക്കേണ്ട ഒരു വിഷയം എനിക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രാദേശിക സ്ഥലത്ത് നടക്കുന്ന ഒരു പ്രശ്നം എനിക്കൊരിക്കലും പോയി പരിഹരിക്കാൻ പറ്റില്ല. അത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുമായിട്ട് വ്യക്തിബന്ധമുള്ള ഒരാളെ വിളിച്ച് സംസാരിച്ച് ചേട്ടാ അതൊന്ന് പരിഹരിച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇയാൾ ആരാടെ എന്ന് ചോദിച്ചാൽ തീർന്നു. സ്നേഹമുണ്ട്, അയ്യോ അഖിലാണോ, അഖിലെ നമ്മൾ ഇടപെടാം എന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളവിടെ ഉണ്ടെങ്കിൽ അയാളടുത്ത് പറയാം. അല്ലാതെ എതിർക്കാൻ നിൽക്കുന്നവർക്ക് വിളിച്ചാലൊന്നും അങ്ങനെയൊന്നും പറ്റില്ല. ഇപ്പം ലിമിറ്റഡ് ആണ് നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ. ഈവൻ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഫിനാൻഷ്യലി കിട്ടുന്ന പൈസയുടെ 1% പൈസ ഏതെങ്കിലുമൊക്കെ രീതിയിൽ 1% പറഞ്ഞാൽ ഒരു ഒന്നാം കണക്കല്ല, അതിൻ്റെ ഒരു വിഹിതം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ ഈശ്വരൻ്റെ ഒരു സഹായം കൊണ്ട് മാത്രമാണല്ല ഇപ്പോഴും. തീർച്ചയായിട്ടും അമ്പലങ്ങളിൽ കൊണ്ട് നേർച്ചയ്ക്കും മറ്റേതിനൊന്നും പൈസ കൊടുക്കുന്ന ഒരാളല്ല ഞാൻ. കൈക്കൂലി കൊടുത്ത് ദൈവത്തിന്റെ ഒരു പ്രീതി ഞാൻ പേടിക്കാറില്ല. ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ എന്തെങ്കിലും പ്ലാൻ? ഈ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ, രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഞാൻ പോകുമ്പോൾ ഈ അടുത്ത് നമ്മൾ ഹൈബീഡൻ ഇദ്ദേഹം ഞാനൊരു പ്രോഗ്രാമിലുള്ള സമയത്ത് എന്നോട് ഇങ്ങനെ ചോദിച്ചു, ആക്ച്വലി അഖിലെ എന്ത് പൊളിറ്റിക്കലായി ഞാൻ അഖിലെ പറയുന്നതൊക്കെ കേൾക്കാറൊക്കെ ഉണ്ട്, പക്ഷേ എന്തുകൊണ്ടില്ല ഐഡിയോളജി എന്തോ ഇപ്പോഴും പിടികിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹൈബീഡൻ ഉള്ളുകൊണ്ടൊരു കോൺഗ്രസ്സുകാരനാണോ എന്ന് ചോദിച്ചാൽ, കാര്യം കോൺഗ്രസ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ബേസിക് കൾച്ചർ ആയിരുന്നു എന്ന് പറയണം കേട്ടോ. ഇപ്പം പലർക്കും കുഴപ്പങ്ങളുണ്ട്. അപ്പം രാജ്യത്തിൽ അതായത് കോൺഗ്രസ്സിൽ എല്ലാവരും ഉണ്ട്, എല്ലാ മതവിഭാഗക്കാരും ഉണ്ട്, എല്ലാ മതവിഭാഗത്തിന്റെ ശരികളെയും എല്ലാ മതവിഭാഗത്തിന്റെ മോശങ്ങളെയും ഒക്കെ അവർ ഒരേപോലെ പ്രോത്സാഹിപ്പിക്കുകയും ഒരേപോലെ രാഷ്ട്രീയ അവരിൽ സോഷ്യലിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സിൽ ഇച്ചിരി മൃദു ഹിന്ദുത്വം ഉള്ളവരുണ്ട്, കോൺഗ്രസ്സിൽ ഇച്ചിരി മൃദു ഇസ്ലാമിസം ഉള്ളവരുണ്ട്. എല്ലാവരുമായി മിക്സ് ചെയ്യപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ എല്ലാ കൾച്ചറുകളെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞാനും ഒരു കോൺഗ്രസിൻ്റെ ആശയത്തെ, അത് മാത്രമല്ല ഭയങ്കര ജനാധിപത്യ ബോധമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് KPC പ്രസിഡന്റെയും രാഹുൽ ഗാന്ധിയൊക്കെ നമുക്ക് വിമർശിക്കാം, അതിൻ്റെ പേരിലൊന്നും ആരും നമ്മളെ ഇന്നോവയൊന്നും വിട്ട് വെട്ടിക്കൊല്ലത്തൊന്നുമില്ല. അപ്പോൾ ഇത് അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രീയ പാർട്ടി. ഇപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കോൺഗ്രസ് ആണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഒരുപാട് കറക്റ്റ് അല്ലാത്ത കാര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയും രാജ്യത്തിൻ്റെ കൾച്ചറും ദേശീയ ബോധമൊക്കെ വിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളെങ്കിലും നമുക്ക് അവരെ എതിർക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കോൺഗ്രസിൽ നിന്നിട്ട് അവരെ അങ്ങനെ വിമർശിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ പിന്നെ പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് BJP രാജ്യത്ത് വികസനം ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ ഇതുവരെ ഭരിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെക്കാട്ട് ഏറ്റവും ഫാസ്റ്റാണ് അവർ. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒക്കെ ഭയങ്കര ഫാസ്റ്റാണ്, എല്ലാ കാര്യത്തിലും അടിപൊളിയാണ്. പക്ഷേ ഇല്ല പുട്ടിന് പീരീഡ് എന്നൊക്കെ പറഞ്ഞു ചെയ്ത് അടിച്ചോളാം. ഒരു വിഷയമാണ്. ഇടയ്ക്ക് ഇവർക്ക് എന്തോ ചെയ്താൽ ഇടയ്ക്കിടയ്ക്കൂടെ മനുഷ്യനെ തമ്മിലടിപ്പിച്ചില്ലെങ്കിൽ ഒരു മനസമാധാനം ഇല്ല, ഒരു ബാബുമോര് സത്യത്തിൽ ഈ ഒരു ഫീല ഇടയ്ക്ക് ഇവർക്കിടയിലുള്ളത്. അപ്പോൾ നമുക്ക് അതും പറ്റത്തില്ല. അഖിലിന്റെ സ്റ്റേറ്റ്മെന്റുകൾ കേൾക്കുമ്പോൾ നമ്മുടെ യൂട്യൂബിന്റെ ആയിരുന്നാലും ഫേസ്ബുക്കിന്റെ ആയാലും ഇൻസ്റ്റയുടെ കമന്റുകൾ വായിക്കുമ്പോൾ നമുക്കറിയാം അഖിൽ മാരാർ സംഖ്യയാണ്, അല്ലെങ്കിൽ അഖിൽ മാരാർ കൊങ്കിയാണ്, അല്ലെങ്കിൽ കമ്മിയാണ് എന്ന് പറയുന്ന വ്യക്തമായ അവന് വ്യക്തമായ പോസ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ സുഡാപ്പിയായി. അതെ, അടുത്ത മമ്മൂക്കാനെ വിളിച്ച് സുരേഷ് ചേട്ടന്റെ ഒപ്പം നിന്നൊരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്ക് സംഖ്യയായി. മറ്റേ വത്സൻ തില്ലങ്കേരിയുടെ കോളേജിൽ ഇനാഗുറേഷൻ പോയ ഒരാളാണ്. അത് അദ്ദേഹം കോളേജിന്റെ ഒരു പ്രിൻസിപ്പളാണ്. ആ കോളേജിൽ വിളിച്ചാൽ പിന്നെ ഞാൻ പോട്ടെ. അപ്പം അവിടെ പോയി ഇനാഗുറേറ്റ് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ തീവ്ര സംഖ്യയായി മാറി. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഓരോ സമയത്ത് ഓരോ എല്ലാ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സപ്പോർട്ടും ഉണ്ട്, എതിർപ്പുണ്ട്. എന്നാൽ പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പം ഇടതുപക്ഷത്തിലുള്ള ആൾക്കാർ എന്നെ അവരുടെ പാർട്ടിക്കെതിരെ പറയുന്ന സമയത്ത് 2 തെറിയൊക്കെ വിളിച്ച് പോകുമെങ്കിലും പക്ഷെ അവർക്ക് എന്നെ അറിയാം. അവർ വന്നിട്ട് ഒരുപാട് സ്ഥലത്ത് ഞാൻ പറയുന്ന ശരിയായിട്ടുള്ള വിഷയങ്ങളിൽ അവർ തന്നെ വന്ന് കമന്റ് ഇടും. ഇയാൾ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പറയുന്നുണ്ടെങ്കിലും ഇയാൾ പറയുന്ന ബാക്കി കാര്യങ്ങളിലൊക്കെ നമുക്ക് യോജിപ്പാണ്.
ഞങ്ങളെ പാർട്ടിക്കെതിരെ മാത്രം പറയുന്നത് ഒന്ന് നിർത്തണം എന്നൊക്കെ പറയും. നിങ്ങൾ ബാക്കി എല്ലാവരെയൊക്കെ പറഞ്ഞു, ഞങ്ങളെ മാത്രം ഇങ്ങനെ എതിർത്ത് അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവം പാടില്ല എന്നൊക്കെ പറയും. അത് പലപ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലൊരു ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരൻ കിടക്കുന്നതുകൊണ്ടാണ്. ഉള്ളിലൊരു വിപ്ലവകാരി ഇങ്ങനെ കിടപ്പുണ്ടല്ലോ. അതെ അതെ. അപ്പോൾ ഒരു വിപ്ലവ പ്രസ്ഥാനം നേരെ വിരുദ്ധമായിട്ടാണ് പലതും ചെയ്യുന്നത്. സ്വഭാവത്തിലും സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം വീര്യം കിടപ്പുണ്ട്. എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഭയങ്കര വിപ്ലവകാരിയാണ്. അതെ. ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റുകാരനെ ഞാൻ നക്സലും ആയത്. ഈ ബിഗ് ബോസിൽ വന്ന പല മത്സരാർത്ഥികളോടും പല ഇന്റർവ്യൂകളിലും പലരും ചോദിച്ചിട്ടുണ്ട്, ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ സ്ക്രിപ്റ്റഡ് ആണ്. പിന്നിൽ സ്ക്രിപ്റ്റ് ഉണ്ടാവും. ഇതിന്റെ പിന്നിൽ അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. ക്രിയേറ്റീവ് ടീമിന്. അതായത് ആദ്യത്തെ ഒരാഴ്ച ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഇതിന്റെ പിന്നിലുള്ള ഒരു ബിഗ് ബോസ് കാണുന്നു, 10-20 മത്സരാർത്ഥികളെ അവർ നിരീക്ഷിക്കുന്നു. അതിലൂടെ അവർക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇവരിൽ ഓരോരുത്തർക്കും ഇന്ന കഴിവുകളുണ്ട്. ഒരാൾക്ക് ഇന്ന സ്ഥലത്ത് അയാൾ ഡൗൺ ആവും. അതെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും ഇവർ ഹൗസിൽ പിന്നീട് അങ്ങോട്ടുള്ള ഒരു കഥ, പിന്നീടാണ് കഥ ആരംഭിക്കാൻ പോകുന്നത്. ആ കഥയുടെ ഭാഗമായിട്ട് അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. പിന്നെ പുറത്ത് ജനത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്ന സ്ക്രിപ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരാളുടെ കണ്ടന്റ് ഇവർക്ക് പുറത്തു വിട്ടാൽ പോരെ. അതെ. ഇപ്പോൾ എനിക്ക് നമുക്കത് കുറ്റം പറയാൻ പറ്റും, കാര്യം താങ്കളും ക്രിയേറ്റീവ് മേഖലയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കഥയിൽ അഖിൽ മാരാർ വില്ലനാകണം, അഖിൽ മാരാർ നായകനായി വരുന്ന സാധനം കാണിക്കാൻ ഞാൻ അതുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പം അങ്ങനെ അവർക്ക് ചെയ്യാം. പക്ഷേ അഖിൽ മാരാറിനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥിയെ അവർ ആഗ്രഹിക്കുന്ന പോയിന്റിൽ നിന്ന് അയാൾ സ്വയം മനസ്സിലാക്കി ബ്രേക്ക് ഔട്ട് ചെയ്ത് പുറത്തു വരണം. അപ്പോഴാണ് ആ മത്സരാർത്ഥി ബിഗ് ബോസിലെ ക്രിയേറ്റീവ് ടീംസിനെതിരെ കളിച്ചു തുടങ്ങുന്നത്. അത് അതിൽ ഒരു പരിധി വരെ വിജയിച്ചിട്ടുള്ള ഒരാളാണ്. അതെ. കാര്യം നമ്മൾക്കത് പലതും മനസ്സിലായി. ഇത് തരുന്നത് എന്തിനാണ്, അത് തരുന്നത് എന്തിനാണ്, അപ്പോൾ ഇതിനെ എങ്ങനെ അതിജീവിക്കണം, ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ കയറി പോകുന്ന സമയത്ത് കാരണം അവരെന്നെ കൂടുതൽ ആൾക്കാർ എന്നെ കണ്ടിട്ടുള്ളത് അതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് ഭയങ്കര ബഹളം വയ്ക്കുന്ന, അല്ലെങ്കിൽ ചില കടുകെട്ടി വിഷയങ്ങൾ അഭിപ്രായം പറയുന്ന, രാഷ്ട്രീയം സംസാരിക്കുന്ന, ജീവിതത്തിൽ തമാശ എന്ന് പറയുന്ന സാധനം അറിഞ്ഞുകൂടാത്ത, ജീവിതത്തിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റോ അങ്ങനൊന്നും ഉള്ള ഒരാളായിട്ടൊന്നും നമ്മളെ കാണുന്നില്ല. നമ്മളെന്ന് പറഞ്ഞാൽ മനുഷ്യനെ ആരും അറിയുന്നതേ ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് ടാസ്ക് എന്ന് ഞാൻ വിജയിച്ചു. രണ്ടാമത്തെ ടാസ്ക് വരുന്നത് മിമിക്രിയാണ്. അതായത് വേഷം മാറുക, പ്രേം നസീറായിട്ട് വേഷം കിട്ടുക എന്നുള്ളതാണ്. ഞാൻ കുട്ടിക്കാലം തൊട്ട് അത്യാവശ്യം മിമിക്രി ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ സ്റ്റേജിൽ, ഞാൻ ഉത്സവപ്പറമ്പുകളിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വലിയ അന്നത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രൂപ്പുകൾക്കൊക്കെ വേണ്ടിയിട്ട് പോയിട്ട് ഈ സ്കിറ്റ് ചെയ്യുമായിരുന്നു. കുട്ടികളുടെ സ്കിറ്റൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അത് ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് പ്രേം നസീറിന്, അപ്പോൾ അവരെ വിചാരം അഖിൽ മാരാർ സ്പോർട്സിലും ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ മറ്റേ ഈ സാധനം കൊടുത്ത അയാൾ ഡൗൺ ആവും. പക്ഷെ നമ്മൾ അത് ചെയ്യുമ്പം പിന്നെ അടുത്തൊരു സാധനം തരുന്നിട്ട് ഇട്ട് നോക്കും, ഇനി ഇവൻ മൈൻഡ് ഗെയിം കളിക്കുന്നൊരുത്തനാണോ, ഇവൻ മൈൻഡ് ഗെയിം കളിക്കത്തില്ല. അപ്പം നമ്മൾ അന്നേരം നമ്മളത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു, ഈ ഗെയിമിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഇവരുടെ സ്ക്രിപ്റ്റിൽ മത്സരാർത്ഥി, ഞാനല്ല, എൻ്റെ കാര്യമല്ല പറയുന്നത്, ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥിക്ക് അവർക്കെതിരെ കളിച്ചൊക്കെ പൊളിക്കാൻ പറ്റും. അത് പറ്റാത്തവരുടെ കണ്ടന്റ് പുറത്ത് വരത്തില്ല. അപ്പോൾ ഇവർക്ക് പുറത്തിറങ്ങുമ്പോൾ നിരാശ തോന്നും, അയ്യോ ഞങ്ങളവിടെ നന്നായി പെരുമാറിയില്ല. പക്ഷേ നിങ്ങൾ നന്നായി പെരുമാറിയത് അവർ കാണിക്കത്തില്ല. അവരുടെ ഉദ്ദേശം അതല്ല. ഈ സീസൺ എടുത്ത് നോക്കൂ, കഴിഞ്ഞ സീസണിൽ എടുത്ത് നോക്കൂ, എല്ലാത്തിലും ഇങ്ങനെയുണ്ട്. കഴിഞ്ഞ സീസണിൻ്റെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഒക്കെ എന്ന് പറയുന്നത് അവർക്ക് വളരെ വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നു. ഒരു മത്സരാർത്ഥി ടിക്കറ്റ് ഫിനാലെ കളിച്ച് ജയിച്ച് വരണം. ഫേവറസ് ഉണ്ടപ്പോൾ 100% അവർക്ക് താല്പര്യമുള്ള മത്സരാർത്ഥികളെ ജയിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നിടത്താണ് മറ്റൊരാളുടെ സക്സസ്. ഞാനിപ്പോൾ അതിനൊരു കുറ്റമായിട്ടൊന്നും പറയില്ല കേട്ടോ. കാര്യം അത് ക്രിയേറ്റീവ് ടീം അങ്ങനെ പ്ലാനെങ്കിൽ അത് ഓപ്പോസിറ്റ് കളിച്ച് ജയിക്കുക. അല്ല, ഈ 60 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ മത്സരത്തിന്റെ ഗതി മാറി. നിങ്ങൾ തമ്മിലുള്ള ഒരു ആ കോമ്പറ്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇത് സംഭവം, ഇത് ഭീകരാവസ്ഥയിലേക്ക് പോകാം. അതിനുശേഷം 70-75 ദിവസത്തിന് ശേഷമാണ് TRP കയറാനും ആളുകൾ കൂടുതൽ നിങ്ങളുടെ അത് 24/7 കാണാനുള്ള ഒരു ഏറ്റവും വലിയ രസം. ടിക്കറ്റ് ഫിനാലയിൽ വൻ തകർപ്പണമെന്ന് പറഞ്ഞിട്ട് ആ മിഥുനും റിനോഷൂടെ ഫുള്ള് പ്രാക്ടീസാ. ഡമ്പലടി, പാലുകുടി, മറ്റേതേ മറിച്ചതേ എല്ലാം ചെയ്തിട്ട് വന്നിട്ട് കയറി പിടിച്ചിട്ടിരിക്കുക. ഇതിനെന്തിനാണ് ഡമ്പലിട്ടടിച്ചത്? രാവിലെ തൊട്ട് പട്ടാളത്തിലെ അഭ്യാസമൊക്കെ മിഥുനും റിനോഷൂടൊക്കെ പട്ടാളത്തിലെ അഭ്യാസമാണ്. കാര്യം എന്താ പറയുക, വടുകെട്ടി ടാസ്കാ വരാൻ പോകുന്നത്, തകർക്കണം, ടിക്കറ്റ് ഫിനാലെ കപ്പടിക്കണം. മോയ അവസ്ഥയായിരുന്നു മിഥുൻ്റെ റിനോഷിൻ്റെ ഒക്കെ. നന്നായിട്ട് ചീത്ത വിളിക്കും, എന്നിട്ട് മാപ്പും പറയും. ഈ ലോകത്ത് ഈ ചീത്തയും ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നത് അർഹതയുള്ളവരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മാപ്പും പറയും. മാപ്പോ ഓപ്പാ പറയുന്നത്. മറ്റേ ലവൻ പറഞ്ഞാന്നോ? അത് ഓഡിയോ ഒക്കെ പുറത്ത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇപ്പം ഞാൻ അവനെ പേഴ്സണലിയാണ് വിളിച്ചത്, ഞാൻ പബ്ലിക്കായിട്ടല്ല വിളിച്ചത്. പുള്ളി പറഞ്ഞത് പേഴ്സണലിയാണ്, അല്ല സോറി, പുള്ളി പബ്ലിക്കായിട്ടാണ് പറഞ്ഞത്. പുള്ളി പബ്ലിക്കായിട്ട് വന്നിരുന്നത്, അതായത് നമ്മൾ പണ്ടൊക്കെ പറയും വളിക്ക് വിളിയേക്കെന്ന് പറയും. അതായത് ഒരു നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് വല്ലയിടത്തുനിന്ന് വല്ലവരും വളി വിട്ട് കഴിഞ്ഞാൽ എന്തോ എന്ന് ചോദിക്കുന്ന ചില മനുഷ്യരുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് കേൾക്കുകയോ എന്താണെന്ന് മനസ്സിലാക്കുകയോ ചെയ്യാതെ അനാവശ്യമായിട്ട് ഒരു പ്രശ്നം എടുത്തിട്ട് അതിനകത്ത് വന്നിരുന്ന് ഈ പുള്ളി ഇപ്പോൾ തുടങ്ങിയതൊന്നും അല്ലത്, ഇത് നേരത്തെ വന്നിരുന്നിട്ട് കുറേ കമൻറ്റുകൾ ഇടുന്നുണ്ട് നമുക്കെതിരെ. അപ്പോൾ ഇവൻ്റെ വിചാരം ഞാനിത് പിടിച്ച് ഇവനെ 2 തെറി വിളിക്കണമെന്നാണ്, അങ്ങനെ ഒന്ന് ശ്രദ്ധ കിട്ടണമെന്നൊക്കെ വിചാരിച്ച് നേരത്തെ കമൻറ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പം ഭാര്യയും അമ്മയും മക്കളെയും ഒക്കെ
വളരെ മോശമാക്കി സംസാരിച്ചത് ഇത് കേട്ടോണ്ടിരിക്കാൻ ആൽവിയുടെ അച്ഛനല്ലല്ലോ എൻ്റെ അച്ഛൻ. അപ്പം ഞാനത് റിയാക്ട് ചെയ്യും. ഞാൻ റിയാക്ട് ചെയ്തത് അവനെ എൻ്റെ മൊബൈലിൽ വന്ന് തീർത്തെറി വിളിക്കാനൊന്നും ഞാൻ നിന്നില്ലല്ലോ. ഞാൻ പുള്ളിയുടെ നമ്പർ വിളിച്ചിട്ട് പുള്ളിയുടെ അടുത്ത് സംസാരിച്ചു. അവനത് കേൾക്കാൻ അതായത് തെറി എന്ന പദം ആർക്കെങ്കിലും കേൾക്കുന്നെങ്കിൽ അതിന് 150% അർഹതയുള്ള ആൾക്കാർക്ക് വേണം അത് കേൾക്കാൻ. അല്ലെങ്കിൽ തെറിക്ക് തന്നെ നാണക്കേടല്ലേ? നമ്മൾ ആവശ്യമില്ലാത്ത ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ തെറി നമ്മളെ തിരിച്ചു തെറി പറയും. മര്യാദകളാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പറയും. അപ്പം അതായത് എന്നേന്നല്ല, ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആത്മാഭിമാന ബോധമുള്ള ഏതൊരു പുരുഷനും അവൻ്റെ അമ്മയും ഭാര്യയും പെൺമക്കളെയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യാതിരിക്കേണ്ട ആളൊന്നുമില്ല. അങ്ങനെ റിയാക്ട് ചെയ്യാതിരുന്നാൽ ആൾക്കാർ പറയും നീ വേറെ വല്ല ജീവിയാന്നും പറയും. ഞാനപ്പം റിയാക്ട് ചെയ്തു, പേഴ്സണലി വിളിച്ചു, സംസാരിച്ചു. അത് അയാൾ തന്നെ അതിൻ്റെ ബാക്കി തെറിവിളി എല്ലാം കൂടെ പുറത്ത് വിട്ടിട്ട് ഞാനപ്പം വിചാരിച്ചു പോയി നേരിട്ട് കാണാം. എന്തിനാ നേരിട്ട് കാണുന്നത്? അവനൊന്നും ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലല്ലോ. കേൾക്കാത്ത ഒരുത്തൻ്റെ അടുത്ത് നീ ഒന്ന് കേൾപ്പിച്ച് താ. നീ എവിടെങ്കിലും ഞാൻ നീ പറഞ്ഞ പ്രകാരം എവിടെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് എപ്പോഴാണ് സംശയം വരുന്നത്? ഒരാളുടെ നേട്ടത്തിൽ നമുക്ക് സംശയം വരുന്നത് എപ്പോഴാണ്? അതിന് അർഹതയില്ല എന്ന് തോന്നുമ്പോഴല്ലേ. ഇപ്പൊ ചില സിനിമകൾക്ക് നാഷണൽ അവാർഡ് കിട്ടുന്ന സമയത്ത് നമ്മൾ പറയും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാൽ കിട്ടിയെന്ന് പറയും. ഈ അടുത്തിടെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലു അർജുനന് നാഷണൽ അവാർഡ് കിട്ടിയത് എനിക്കൊരിക്കലും വർക്കായിട്ടില്ലെന്ന്. അപ്പം നമുക്ക് തോന്നുന്നു പുഷ്പ പോലത്തെ ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡിനുള്ള പ്രകടനം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ഇന്നലകളിൽ കിട്ടിയിട്ടുള്ള അത്ഭുതകരമായ പ്രകടനങ്ങൾ അഭിനയത്തിൽ കാഴ്ചവെച്ചിട്ടുള്ള നടന്മാർ തന്നെ വിചാരിക്കത്തില്ല ഇതൊക്കെ ഇതിപ്പോൾ രാഷ്ട്രീയ സ്വാധീനമല്ലേ. അപ്പോൾ ഒരാൾ പറയാണ് പുള്ളിക്കാരന് പ്രധാനമന്ത്രിയായിട്ട് ബന്ധം ഉണ്ടായോണ്ടാ കിട്ടിയെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ശരിയാണെന്ന് വിചാരിക്കും. അതേ കണക്ക് അർഹതയില്ലാതെ എന്ത് അംഗീകാരം കിട്ടിയാലും നമുക്ക് സംശയം തോന്നും. അഖിൽമാരാരെന്ന് പറയുന്ന വ്യക്തി അർഹതയില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഭാര്യയും അമ്മയും ഇവൻ പറയുന്ന പ്രകാരം ബിഗ് ബോസിലോട്ട് വിട്ടത് കൊണ്ടാണോ ഇത് കിട്ടിയത് എന്നുള്ളത് എനിക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ചോദ്യമായി പോയി. എന്നെ എതിർക്കാൻ നിന്ന് ആ സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾ എന്തുകൊണ്ട് വിജയിച്ചു എന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഇവൻ കണ്ടിരുന്നുണ്ടെങ്കിൽ ഇവനത് പറയില്ല. അപ്പം അതുകൊണ്ട് അതായത് യാതൊരു ബോധവും വിവരവും ഇല്ലാതെ പറഞ്ഞതെന്തെന്ന് മനസ്സിലാക്കാതെ ഒരാളുടെ ഫാമിലിയെ വളരെ മോശമായി ആക്ഷേപിക്കുന്ന യവനെ അടിക്കണമെന്നാണ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത്. അടിച്ചാൽ കയ്യിൽ നാറും. അതിൻ്റെ പേരിലൊരു കേസ് എനിക്കെടുത്തു കഴിഞ്ഞാൽ IPC നാറും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യേണ്ടെന്ന് വെച്ചത്. എന്നിട്ട് ഇവനെ വീട്ടിൽ ചെല്ലാന്ന് വെച്ചു. എന്തിനാ? നീ ഒന്ന് കാണിച്ചേ, നിൻ്റെ മൊബൈൽ എടുത്ത് നീ ഒന്ന് കാണിച്ചേ, ഞാൻ എവിടെ അത് പറഞ്ഞത്, നിന്നെ ഒന്ന് കേൾപ്പിക്കുക. എന്നെ മാത്രമല്ല നീ കേരളത്തിലുള്ള കംപ്ലീറ്റ് ആൾക്കാരെ കേൾപ്പിക്കുക, ഞാൻ പറഞ്ഞതൊന്ന് കേൾപ്പിക്കുക. പക്ഷേ ഇവൻ ഫോൺ എടുക്കണ്ടേ? വെറൂർ കട വന്ന് നിന്നിട്ട് ഇവനെ ഞാൻ 3 പ്രാവശ്യം വിളിച്ചു. അപ്പം പോട്ടെ, ഞാനവൻ്റെ വീട്ടിലോട്ട് അവനെ അടിക്കാനല്ലെന്നെങ്കിലും പറയാം. അങ്ങനെയാണ് ഞാനൊരു വോയിസ് അയച്ചത്. വോയിസ് അയച്ചപ്പോൾ അത് കേൾക്കാൻ പോലും നിൽക്കാതെ അതും അടുത്ത് യൂട്യൂബുകാർക്ക് കൊടുത്തു. അതിനുശേഷം അവിടെ പറഞ്ഞത് ഇതുപോലെ പറയാനല്ല. പിന്നെ പുള്ളിയുടെ ഇങ്ങനെ ഞാൻ കേട്ടു, അഖിൽമാരാർ പുള്ളിയുടെ സംസ്കാരം കാണിച്ചത്. എന്താ തൻ്റെ സംസ്കാരം? ഞാൻ അമ്മയും മകളെയും പറഞ്ഞു, മോളെയും പറഞ്ഞത്. പുള്ളി എന്താ ചെയ്തത്? പുള്ളി ഇത് പറഞ്ഞാൽ എന്നെ വിളിച്ച് തെറി വിളിച്ചത്. കൊള്ളാം, ഇതുപോലുള്ള അപ്പന്മാരെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഈ സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലും എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആണെന്നും. ഇപ്പം ഞാൻ ചില വിഷയങ്ങൾ ഏഷ്യാനെറ്റിൽ നടക്കുന്ന ചില ആൾക്കാരുടെ മോശം പ്രവണതകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അവർക്കും അറിയാം ഏഷ്യാനെറ്റിൽ തന്നെ വലിയൊരു വിഭാഗം എനിക്ക് സപ്പോർട്ടാണ്. അത് അതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്നടുത്ത് പല വിഷയങ്ങളും പറഞ്ഞു തരുന്നത് പോലും അവിടെ ഉള്ള ആൾക്കാരാണ്. പിന്നെ ഇത് ഒരാൾക്ക് പരാതി ഇല്ലാത്തിടത്തോളം കാലം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രശ്നം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു പെൺകുട്ടി പോലീസിലെ കേസ് എന്നെ അറിയിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ കുട്ടിയുടെ ജോലി ഒരു കേസ് ആ കുട്ടി കൊടുത്തു, എന്നെ അറിയിച്ച് എന്നിലൂടെ അതിനൊരു തുടർ നടപടി ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. ആ കുട്ടി കേസ് കൊടുത്തു എന്നുള്ളതുകൊണ്ട് എനിക്ക് ആ കുട്ടിയുടെ വിഷയത്തിൽ നേരിട്ടിറങ്ങി ഇടപെടാം. അല്ലാത്തുള്ള ആൾക്കാർ പറയുന്നത് ചേട്ടാ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, ചേട്ടനൊന്ന് അറിഞ്ഞ് ഇരുന്നാൽ മതി, അതിനകത്ത് നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാലും അതൊന്ന് കൈകാര്യം ചെയ്ത് വിടണേ എന്ന് നമ്മളെ ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ജനത്തിനോട് പറയുന്നതും. ഒരു സേഫ്റ്റിയുടെ ഭാഗമാണ്, ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മളിത് പറയുന്നതൊക്കെ തന്നെ. അപ്പം ഇത് മനസ്സിലാക്കാത്ത ഊളകൾ ഇവരൊക്കെ ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല, ഈ ഹൗസിനകത്ത് ഏറ്റവും ഓപ്പോസിറ്റ് നിന്ന ആളുകളിൽ രണ്ടുപേരാണ് ജുനൈസും സാഗറും. പക്ഷേ അവർ പുറത്തു വന്നതിന് ശേഷം ജോയി ചേട്ടൻ്റെ ഒരു സിനിമയിലേക്ക് തീർച്ചയായിട്ടും അല്ല എൻട്രി കൊടുത്തതൊന്നും ഞാനല്ല. ജോജി ചേട്ടൻ ഞാൻ ഉണ്ടായത് കൊണ്ടാണ് ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത്. പുള്ളി ഇതൊന്നും ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. അപ്പൊ അദ്ദേഹം ഞാൻ ഉണ്ടായത് കൊണ്ട് കാണുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ സമയത്ത് ഒരു കഥ വരുന്നു. ആ കഥയിൽ പറ്റിയ 2 കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകളുള്ള 2 പേരായിട്ട്, അതായത് പുറത്ത് ജോജി ചേട്ടന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതായത് അദ്ദേഹത്തിന് ചില സുഹൃത്തുക്കളിൽ നിന്നുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ചില ചതികളൊക്കെ പുള്ളി നേരിടേണ്ടി വരുന്നു. അപ്പൊ ആ ഒരു ദേഷ്യം പുള്ളിക്ക് കിടന്നപ്പോൾ അകത്ത് ജോജി ചേട്ടൻ എന്നെ കാണുന്നു, അകത്ത് നിൽക്കുന്ന ജോജു. അപ്പൊ എന്നെ പണിയാൻ വേണ്ടിയിട്ട് അവർ 2 പേരോട് ഇവിടെ നടക്കുന്ന പരിപാടികൾ കണ്ടപ്പോൾ
ആ ക്യാരക്ടറൈസേഷൻ പുള്ളിക്ക് നോട്ട് ചെയ്യപ്പെടുന്നു. പുള്ളി ആ രണ്ടുപേരെ ഇതിലേക്ക് പ്ലേസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്നെയും കൂടെ അതിനകത്ത് സംവിധാനത്തിലേക്ക് അദ്ദേഹം ഒപ്പം നിൽക്കാൻ വിളിക്കുന്നു. പക്ഷേ നമുക്ക് ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് കുറേ ഫിനാൻഷ്യലി ബെനിഫിറ്റ് ആകുന്ന കുറേ കാര്യങ്ങളുള്ള സമയമായതുകൊണ്ട് അതിലേക്ക് പങ്കാളിയാവാൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ പ്രോജക്റ്റ് ഷൂട്ടിംഗ് ലൊക്കേഷനിലും മറ്റുമൊക്കെ ഞാൻ പോയി. ഇപ്പം പടം റിലീസാവാൻ പോകുന്നു. ജുനൈസുമായിട്ട് ഞാൻ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ഞാൻ സംസാരിച്ചിരുന്നു. പടം ഞാൻ കണ്ടതാണ്. അതിമനോഹരമായ രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതൊരു ഭയങ്കര ഹിറ്റായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഹിറ്റായി മാറണം, അതൊരു പ്രാർത്ഥന കൂടിയാണ്. എന്തായാലും കോട്ടാത്തല എന്ന് പറയുന്ന നാട്ടിൽ നിന്നും ഈ പറയുന്ന പോലെ മലയാളികളുടെ മനസ്സിലേക്കാണ് അഖിൽമാരാർ നടന്നു കയറിയത്. അത് ബിഗ് ബോസ് ആയിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാ തലത്തിലും എല്ലാ ആളുകൾക്കും ഇഷ്ടമാകുന്ന തരത്തിലാണ്. ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, മനഃപൂർവ്വം നമ്മളെ ഇഷ്ടപ്പെടാത്തവർക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരിനി നമ്മൾ എന്ത് കൊടുത്താലും അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടില്ല. അതായത് അഖിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൂകി തോൽപ്പിക്കുന്നവരുടെ മുന്നിൽ അവർ കൈയടിച്ച് നമ്മളെ വരവേൽക്കുന്ന ഒരു സമയം ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെ അവർക്കെതിരെ ഒന്നും പറയാൻ നിൽക്കണ്ടെന്നാ ഞാൻ പറയുന്നത്. നമ്മളെ പരിഹസിക്കുന്നവരെയും പുച്ഛിക്കുന്നവരെയും നമ്മൾ തിരിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. അവരവിടെ നിന്ന് എല്ലാ കാലവും പരിഹസിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു സൈഡിൽ കൂടെ വളരും. പതുക്കെ എപ്പോഴെങ്കിലും അവർ പറയും കൊള്ളാം എന്ന് അവർ പറയും. അതെ, അങ്ങനെ ആ കൈയടികൾ ഏറ്റുവാങ്ങി മലയാളികളുടെ മനസ്സിൽ ഇങ്ങനെ തുടർന്ന് പൊക്കോട്ടെ. അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാകട്ടെ. ഈ പറയുന്ന സിനിമാ മേഖലയിലും ഒക്കെ വളരെ സജീവ സാന്നിധ്യമായി നിൽക്കട്ടെ. എല്ലാ ആശംസകളും ഞങ്ങളോടൊപ്പം ചേർന്നതിന് മൈക്ക് മീഡിയയുടെ ഹൃദയം നിറഞ്ഞ നന്ദി. മൈക്കിന്റെ എല്ലാ ഓഡിയൻസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ അറിയിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അത് വേണ്ടേ?